അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന് ഹൈക്കോടതി. അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി ഹൈക്കോടതിയുടെ നിരീക്ഷണം. MR അജിത് കുമാറിന്റെ ഹർജിയിൽ വിജിലൻസിനോട് ഹൈക്കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഇക്കാര്യത്തിൽ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഉന്മേഷ, ചോദ്യങ്ങളും വിമർശനവും നിറഞ്ഞതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഈ കുറ്റമുക്തനാക്കിയ നടപടി സ്റ്റേ ചെയ്ത വിജിലൻസ് കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ അജിത് കുമാർ എത്തിയത്. ഇന്ന് ഹർജി പരിഗണിക്കുകയും ചെയ്തു. ആദ്യം ഒരു ചോദ്യമായാണ് ഉന്നയിച്ചത് ഹൈക്കോടതി. അജിത് കുമാറിനെതിരെ ആരാണ് അന്വേഷണം നടത്തിയതെന്ന് ചോദിച്ചു. ADGP ആണ് അജിത് കുമാർ. സ്വാഭാവികമായും അന്വേഷണം നടത്തേണ്ടത് ADGP ആകുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഇവിടെ അന്വേഷണം നടത്തിയത് ഒരു അഡീഷണൽ DYSP ആണ്. അതുകൊണ്ട് അതെങ്ങനെ സാധ്യമാകുമെന്ന് കോടതി ചോദിച്ചു. മറ്റൊന്ന്, സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ അത് പ്രോസിക്യൂഷൻ അനുമതി മേടിച്ചിരിക്കണം. എന്നാൽ ഇവിടെ അങ്ങനെ അനുമതി മേടിച്ചതായി കാണാനാകുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നതുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആ പശ്ചാത്തലത്തിലാണ് വിജിലൻസിനോട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ തേടിയത്. നാളെ വിജിലൻസ് വിശദീകരണം സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ആ പശ്ചാത്തലത്തിൽ അതുകൂടി കേട്ട ശേഷം ഒരു ഇടക്കാല ഉത്തരവിനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. നാളെ കോടതി ഓണാവധിക്ക് വേണ്ടി അടക്കും. അതിനുശേഷമായിരിക്കും ബാക്കി നടപടികളൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ ഈ വിഷയത്തിൽ കാണുന്നത്. ഉന്മേഷം, വിഷ്ണു, ഇപ്പോൾ ഈ ADGP ആണല്ലോ ആരോപണ വിധേയൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരന്വേഷണം നടത്തിയെന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായല്ലോ. മറ്റൊന്ന്, ഈ നടപടിക്രമങ്ങളിൽ ഈ കോടതിക്ക് വീഴ്ച വന്നു, വിജിലൻസ് കോടതിക്ക് വീഴ്ച വന്നു എന്നുള്ള തരത്തിൽ പരാമർശങ്ങൾ വരുമ്പോൾ എന്താണ് വായിച്ചെടുക്കേണ്ടത് വിഷ്ണു? ഉന്മേഷ്, കോടതി ഉദാഹരണ സഹിതമാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ അത് അന്വേഷിക്കുന്നത് ജില്ലാ കോടതി ജഡ്ജല്ല, മറിച്ച് ചീഫ് ജസ്റ്റിസോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാരോ ആയിരിക്കാം. ആ നടപടി ഇവിടെ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഹൈക്കോടതി. അത് പ്രധാനമായും അത് നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ഉയർത്തിയതാണ്. DYSP ആണ് അന്വേഷണം നടത്താതെ ഇദ്ദേഹത്തിന് സഹായകരമാകുമെന്ന്. പക്ഷേ നിലവിൽ ഈ ഹൈക്കോടതി ഈ അന്വേഷണം തന്നെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതായത് ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഈ അന്വേഷണം നടത്തിയതിൽ വിജിലൻസ് റിപ്പോർട്ടാണ് ഇതിൽ നിർണായകമാകുക. വിജിലൻസിന്റെ അഭിഭാഷകനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ അഭിഭാഷകനൊക്കെ പറയുന്നത് ചട്ടങ്ങൾ മതിയായി പാലിച്ചിട്ടുണ്ട് എന്നാണ്. അതിലൊരു വ്യക്തത നാളെ ആയിരിക്കും വരിക. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ PV അൻവറിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജിക്കാരനായി കക്ഷി ചേർത്തിട്ടുണ്ട്. PV അൻവർ കൂടി അദ്ദേഹത്തിന്റെ നിലപാട് നാളെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കും. അദ്ദേഹമാണ് ഒരുപക്ഷെ ആദ്യം സംസ്ഥാന സർക്കാരിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട അജിത് കുമാറിനെതിരെ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ കൂടി കക്ഷി ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് കൂടി അറിയിക്കും. നിലവിൽ ആർക്കാണ് അനുകൂലം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയാൻ ആയിട്ടില്ല. എന്തായാലും നാളെ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്ന സൂചനയാണ് കോടതി നൽകിയത്. ഈ ഉത്തരവ് വിജിലൻസ് കോടതിയുടെ നടപടി സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് പ്രാഥമികമായി അജിത് കുമാറിന്റെ പ്രയർ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.